السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 216 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു തആല രണ്ടു ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 216 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم ولا يحزنك قولهم إن العزة لله جميعا هو السميع العليم ألا إن لله من في السماوات ومن في الأرض وما يتبع الذين يدعون من دون الله شركاء إن يتبعون إلا الظن وإن هم إلا يخرصون هو الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا إن في ذلك لآيات لقوم يسمعون قالوا اتخذ الله ولدا سبحانه هو الغني له ما في السماوات وما في الأرض إن عندكم من سلطان بهذا أتقولون على الله ما لا تعلمون قل إن الذين يفترون على الله الكذب لا يفلحون متاع في الدنيا ثم إلينا مرجعهم ثم نذيقهم العذاب الشديد بما كانوا يكفرون صدق الله العلي العظيم. സൂറത്ത് യൂനുസിലെ 62 മുതൽ 70 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 11ാമത്തെ ജുസ്ഇൽ 216 പേജ്. അള്ളാഹുവിൻ്റെ അതിവിശാലമായ അറിവിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. ഇനി പറയുന്നത് അള്ളാഹുവിന് വളരെ വേണ്ടപ്പെട്ട ചില ആളുകളെ കുറിച്ചാണ്. അതായത് അള്ളാഹുവിൻ്റെ ഔലിയാഇനെ കുറിച്ച്. ഒരു തരത്തിലുള്ള ഭയവും ദുഃഖവുമില്ലാതെ സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കാനുള്ള അവസരമുണ്ടാകുക, ഇതാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും വിജയവും. ഈ വിജയം ലഭിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് പരിപൂർണ വിധേയരായി ജീവിക്കുന്ന ആളുകൾ. അവർക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സുഖസമ്പൂർണമായ, ദുഃഖമില്ലാത്ത, സങ്കടമില്ലാത്ത ജീവിതമാണ് ഉണ്ടാവുക. 62ഉം 63ഉം ആയത്തുകൾ, 64ഉം ആയത്തുകൾ നോക്കാം. بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. ألا അറിയുക. എന്താണ് അറിയേണ്ടത്? ഇന്ന ഔലിയാ അല്ലാഹി, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടഭാചനങ്ങൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു പേടിയും ഇല്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയും ഇല്ല. ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടി, ഹുസ്ന എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ്. അതാണ് യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയും ഇല്ല. എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്?
എന്തുകൊണ്ടാണ് അവർ ഈ ദർജയിലേക്ക് എത്തിയത്? അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ. അല്ലദീന ആമനു, അവർ സത്യത്തിൽ വിശ്വസിച്ച ആളുകളാണ്, സത്യവിശ്വാസികളാണ്. വക്കാനു യത്തഖൂൻ, സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. ഇതുകൊണ്ട് തന്നെ അവർക്ക് അത്തരമൊരു ജീവിതമാണ് ഉണ്ടാവുക. മാത്രമല്ല, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ലഹുമുൽ ബുശ്റാ, അവർക്ക് സന്തോഷ വാർത്തയാണ് ഉണ്ടാവുക. ബുശ്റ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത. എവിടൊക്കെ സന്തോഷ വാർത്ത ഉണ്ടാവുക? ഫിൽ ഹയാത്തിദ് ദുനിയ, ഇഹലോക ജീവിതത്തിലും, വഫിൽ ആഖിറത്തി, പരലോക ജീവിതത്തിലും. രണ്ടിടത്തും അവർക്ക് സന്തോഷ വാർത്തയാണ്. ബേജാറാകേണ്ടതില്ല, അവർ പേടിക്കേണ്ടതില്ല. അവർ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഭേദഗതി ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ കലിമാത്തുകളെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ഭേദഗതിയുടെ വർത്താനമേ വിഷയമേ ഉദിക്കുന്നില്ല. തബ്ദീൽ എന്ന് പറഞ്ഞാൽ ഭേദഗതി. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതുതന്നെയാണ് മഹത്തായ വിജയം. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ലഭിക്കുന്ന മഹത്തായ വിജയം. ഈ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് മഹത്തായ വിജയം. ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉണ്ടാകും എന്നുള്ള റബ്ബിന്റെ നിശ്ചയം, അതിനൊന്നും മാറ്റങ്ങൾ എവിടെയും ഉണ്ടാവുകയില്ല. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നർത്ഥം. കുറ്റകൃത്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് വളരെ സൂക്ഷ്മമായി ജീവിതം നയിക്കുന്ന മഹാന്മാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരുടെ ഐഹികവും പാരത്രികവുമായ ജീവിതം സന്തോഷപൂർണമായിരിക്കും എന്നാണ് ഈ പറയുന്നത്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ഈ ദുന്യാവിൽ അവർക്ക് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നല്ല കാര്യങ്ങൾ മനസ്സിൽ തോന്നിപ്പിക്കും അല്ലാഹു തആല. അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ മനസ്സിൽ ഇൽഹാമായി തോന്നിപ്പിക്കും. ഹക്കായി പുലരുന്ന സ്വപ്നങ്ങൾ അവർ കാണും. ജനങ്ങൾ അവരെപ്പറ്റി നല്ലത് പറയും. മരിക്കുന്ന അവസരത്തിൽ മലായിക്കത്ത് വന്നിട്ട് അവരെ സന്തോഷിപ്പിക്കും. അള്ളാഹു സഹായിക്കും അവരെ തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് അള്ളാഹു തആല അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇഹലോകത്തെ വെച്ചുള്ള സന്തോഷ വാർത്തയിൽ പെട്ടതാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ എന്ന് പറഞ്ഞതിന്റെ ആശയം. ഇനി വഫിൽ ആഖിറ, പരലോകത്തിലെ സന്തോഷ വാർത്ത എന്താ? അവിടെ അടിച്ചിരുമ്പോൾ മലായിക്കത്തുകൾ അവർക്ക് സലാം പറയും. മറ്റു നല്ല കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കും. അതിലപ്പുറം അള്ളാഹു സ്വർഗത്തിൽ ഉന്നത ദർജകൾ നൽകി അള്ളാഹു അവരെ അഭിനന്ദിക്കും. അള്ളാഹുവിനെ കാണാൻ അവസരങ്ങൾ, അവർക്ക് അള്ളാഹുവിനെ കാണാൻ അവസരങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ പരലോകത്ത് കിട്ടുന്നത് പിന്നെ അവർണ്ണനീയമാണ്, ഒരുപാട് വിശദീകരിക്കാനുണ്ട് അല്ലേ. അപ്പൊ ദുന്യാവിലും ആഖിറത്തിലും, ചുരുക്കി പറഞ്ഞാൽ ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു തആല അവർക്ക് ബുശ്റ, എപ്പോഴും സന്തോഷ വാർത്തയാണ് ഉണ്ടാവുക. എല്ലാ നിലക്കും സന്തോഷമാണ് ഉണ്ടാവുക. സങ്കടപ്പെടേണ്ട അവസ്ഥയോ പേടിക്കേണ്ട അവസ്ഥയോ അവർക്കില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അതാണ് വിഷയം. സത്യവിശ്വാസം സ്വീകരിക്കുകയും ശരിയായ മുത്തഖീങ്ങളായി ജീവിക്കുകയും ചെയ്ത ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ മുറപ്രകാരം വിശ്വസിക്കുക, അവന് തഖ്വ ചെയ്യേണ്ട രൂപത്തിൽ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ മിത്രങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയ എന്ന് പറഞ്ഞത്. ഇവിടെ വളരെ വിശേഷപ്പെട്ട ദർജയിലെത്തിയ ഒരാളുകളാണ് ഈ ഔലിയാക്കൾ. എല്ലാ മുഅ്മിനീങ്ങളും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് ഈ ആയത്ത് ഓതിയിട്ട് ജൽപ്പിക്കുന്ന ചില ഉൽപ്പതിഷ്ണുക്കളായ ആളുകളുണ്ട്. ഈ ആയത്തുകളുടെയും ഇതുപോലെയുള്ള ധാരാളം ഹദീസുകളുടെയും ഒക്കെ അർത്ഥവും ഉദ്ദേശവും മനസ്സിലാക്കിയാൽ അങ്ങനെ ഒരു വാദഗതി അവർ കൊണ്ടുവരില്ല. അവർക്ക് അതുകൊണ്ട് പല ഉദ്ദേശങ്ങളുമുണ്ട്, ദുരുദ്ദേശങ്ങളുമുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. എല്ലാവരും മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ അള്ളാഹിന്റെ ഔലിയാക്കളാണ് എന്ന് പറയുന്നതോടുകൂടി എന്താണ് അവർക്ക് ലക്ഷ്യമിടുന്നത്? അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയായിനെ ജനമധ്യേ തരം താഴ്ത്തി കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എല്ലാവരും ഔലിയാക്കളാണ്, അങ്ങനെ വേറെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗമൊന്നുമില്ല, അവർക്ക് പ്രത്യേക സ്ഥാനമൊന്നുമില്ല. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവർ അങ്ങനെ ഒരു വാദഗതി, മുഅ്മിനീങ്ങളൊക്കെ ഔലിയാക്കളാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മഹാന്മാരായ ഔലിയാക്കളെ ജനമധ്യേ തരം താഴ്ത്തി കാണിക്കാനും അവരോടുള്ള ബഹുമാനം ജനമനസ്സുകളിൽ നിന്ന് എടുത്തു മാറ്റാനുമാണ് ഉൽപ്പതിഷ്ണിക്കളായ തൽപരകക്ഷികൾ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകുന്നത്. അത് തെറ്റാണ്. ഔലിയാ അവർ വലിയ മഹത്വമുള്ള വിഭാഗമാണ്. അള്ളാഹു അവരെ ഏറ്റെടുത്തതാണ്. അവരൊരുപാട് കറാമത്തുകൾ അവരുടെ ജീവിതത്തിൽ കാണിക്കാറുണ്ട് അല്ലേ. ഇത് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുള്ളതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും കൃത്യമായി അറിയുന്ന വിഷയങ്ങളാണ്.
ആളുകൾക്ക് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് അടക്കമുള്ള ഒരു വലിയ വിഭാഗം മുസ്ലിം വിഭാഗത്തിന് അവരോട് ആദരവാണ്, ബഹുമാനമാണ്, ഔലിയാക്കൾ ആദരിക്കുന്ന വിഭാഗമാണ് അവർ. അപ്പൊ ആ ഒരു ആദരവ് എടുത്തു മാറ്റാനാണ് ഉൽപ്പതിഷ്ണുക്കൾ ഇങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനമുള്ളവരാണ്. ജീവിതത്തിൽ നിരവധി കറാമത്തുകൾ കാണിക്കുന്ന ആളുകളാണ്, അല്ലേ? നമ്മളൊക്കെ പലരെയും ഇടതേടി ദുആ ചെയ്യാറുണ്ട് മഹാന്മാരായ ഔലിയാക്കളെ. അതൊക്കെ പരിശുദ്ധമായ ശറഇൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം നമ്മളൊക്കെ നിരന്തരം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പൊ ആ ഔലിയാഇന്റെ സ്ഥാനമാനങ്ങളെ അല്ലാഹു തആല കൃത്യമായി വരച്ചു കാട്ടുന്ന ആയത്തുകളാണിത്. ഇനി നമുക്ക് 65-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് പരിഹാസത്തിന്റെയും ആക്ഷേപത്തിന്റെയും ഭീഷണിയുടെയും ഒക്കെ രൂപത്തിൽ പല വാക്കുകളും എതിർപ്പുകളും സമീപനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കേണ്ടി വരാറുണ്ട്. മുശ്രിക്കുകൾ പലതും പറയും, നിങ്ങൾ അള്ളാഹിന്റെ റസൂലല്ല എന്ന് പറയും. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ അള്ളാഹിന്റെ റസൂലൊന്നുമല്ല, നിങ്ങൾ ഭ്രാന്തനാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതും ഇതും പറയുകയാണ്, മറ്റാരോ പറയുന്നത് നിങ്ങൾ ഏറ്റു പറയുകയാണ്, നിങ്ങൾ സാഹിറാണ്, നിങ്ങൾ കാഹിനാണ്, നിങ്ങൾ മജ്നൂനാണ്, ഇങ്ങനെയൊക്കെ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വ്യസനം തോന്നുമല്ലോ, അല്ലേ? അപ്പൊ അങ്ങനെ വ്യസനം തോന്നേണ്ട കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് അല്ലാഹു തആല അടുത്ത ആയത്തിൽ. വേറെയും ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു തആല ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ അൻആമിൽ 33 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലുൻ. അവര് അങ്ങയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങേക്ക് സങ്കടമുണ്ടാകുമല്ലേ? സാരല്ല, ഫഇന്നഹും ലാ യുകദ്ദിബൂനക. അവർ സത്യത്തിൽ അങ്ങയെയല്ല വ്യാജമാക്കുന്നത്. വലാകിന്ന അല്ലാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് അവർ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ അത് കാര്യമാക്കേണ്ട നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരത് പറഞ്ഞോട്ടെ, താങ്കൾ സങ്കടപ്പെടേണ്ട. താങ്കൾ സങ്കടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഇത്തരം വാക്കുകൾ കേട്ടൊന്നും അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾ കേട്ടിട്ടൊന്നും നബിയെ അങ്ങ് വ്യസനിക്കേണ്ട. അവർക്ക് വില കൽപ്പിക്കേണ്ടതും ഇല്ല. അതുമൂലം അങ്ങേക്ക് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അവർ പറയുന്നതൊക്കെ, അവർ താങ്കൾ ആക്ഷേപിക്കുന്നതൊക്കെ അല്ലാഹു തആല കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. വേണ്ട നടപടികൾ വേണ്ട സമയത്ത് അവനെടുക്കും. അങ്ങയുടെ സങ്കടത്തിന് ഇൻഷാ അല്ലാഹ് പരിഹാരമുണ്ടാകും. എല്ലാ ശക്തിയും എല്ലാ പ്രതാപവും അള്ളാഹുവിന് മാത്രമാണുള്ളത്. ആ പ്രതാപവാനായ അള്ളാഹുവിന്റെ നടപടിക്ക് കീഴൊതുങ്ങാത്ത ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങ് സങ്കടപ്പെടേണ്ട, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. അവിടുന്ന് മക്കയിലായിരുന്ന സമയത്ത് ശത്രുക്കളെ പ്രതിരോധിക്കാൻ മാത്രമുള്ള ശക്തി ഉണ്ടായിരുന്നില്ലല്ലോ. കുറഞ്ഞ ആളുകളെ മുസ്ലിമായിട്ടുള്ളൂ. എല്ലാ അക്രമങ്ങളും വേദനകളും പീഡനങ്ങളും സഹിക്കുകയായിരുന്നു മക്കത്ത് അവർ ചെയ്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. നോക്കാം 65-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യഹ്സുൻക ഖൗലുഹും ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ ഹുവസ് സമീഉൽ അലീം. വലാ യഹ്സുൻക ഖൗലുഹും. വലാ യഹ്സുൻക, അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. എന്ത്? ഖൗലുഹും, അവരുടെ വാക്കുകൾ, ആ നിഷേധികളുടെ വാക്കുകൾ അങ്ങയെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. കാരണം ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, നിശ്ചയമായും എല്ലാ പ്രതാപം മുഴുവനും അള്ളാഹുവിനാകുന്നു. ആ അള്ളാഹു അവരൊക്കെ കാണേണ്ടതുപോലെ കണ്ടോളും. എല്ലാ ഇസ്സത്തും അള്ളാഹുവിന്റെ കയ്യിലാണുള്ളത്. അവർ അങ്ങയുടെ ഇസ്സത്ത് ഇടിച്ചു താഴ്ത്താൻ കാണിക്കുന്നുവെങ്കിൽ താങ്കൾ സങ്കടപ്പെടേണ്ട, താങ്കൾ അള്ളാഹുവിനെ ഉയർത്തുക തന്നെ ചെയ്യും. വഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, നിശ്ചയമായും പ്രതാപം മുഴുവനും അള്ളാഹുവിനാകുന്നു. ഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അസ്സമീഉ, എല്ലാം കേൾക്കുന്നവനും, അൽ അലീമു, എല്ലാം അറിയുന്നവനുമാണ്. അപ്പൊ അള്ളാഹു തആല അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങ് സങ്കടപ്പെടേണ്ടതില്ല. സത്യനിഷേധികളും അക്രമകാരികളും ഇസ്ലാമിനും വിശ്വാസികൾക്കുമെതിരെ പാരപണിയും പ്രതിരോധങ്ങൾ സൃഷ്ടിക്കും. അത് പണ്ട് കാലം മുതലേ അങ്ങനെ തന്നെയാണ്, ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിലൊന്നും നമ്മളെപ്പോലെയുള്ള സത്യവിശ്വാസികൾ വ്യാകുലപ്പെടേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ ചുരുക്കം. നമ്മൾ അതൊക്കെ കേട്ടിട്ട് പതറണ്ട. നമ്മൾ സത്യമായ ദീനിൽ അടിയുറച്ചു നിൽക്കണം. സമാധാനപൂർവം കഴിയുന്നത് പോലെ പ്രതിരോധം തീർക്കണം. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു നീക്കിക്കൊടുക്കണം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതിലും സങ്കടപ്പെട്ട്
അടിപതറി നമ്മളൊന്നിനും പറ്റാത്ത ആളുകളാണ്, അപകർഷതാബോധം, അതിൻ്റെയൊന്നും കാര്യമില്ല. അള്ളാഹുവിനാണ് സർവ്വ ഇസ്സത്തും. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകൾക്കും ആ ഇസ്സത്ത് ഉണ്ടാവും. അപ്പൊ മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്ത് എന്നർത്ഥം. ബാക്കിയുള്ളവർ പറയേണ്ടത് കേൾക്കേണ്ടതില്ല. നിഷേധികളായ ആളുകളുടെ എതിർപ്പുകൾ കാണുമ്പോൾ മുസ്ലിമീങ്ങൾ പതറരുത്. കാരണം അന്തിമ വിജയം ആർക്ക് തന്നെയാണ്? പ്രതാപശാലിയായ അള്ളാഹുവിന്റെ പുണ്യമതത്തിനു തന്നെയാണ്. അതിന് മാത്രമേ ഉണ്ടാവൂ. വേറെ ഒരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി, നിശ്ചയമായും ഞാനും എൻ്റെ പ്രവാചകന്മാരും ജയിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലാഹു തആല അത് രേഖപ്പെടുത്തി വെച്ച കാര്യം ലാ തബ്ദീല, അതിന് മാറ്റമില്ല, അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം ഉണ്ടാക്കിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സത്യവിശ്വാസികളും അല്ലാഹു തആല ഇസ്സത്ത് നൽകിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് എല്ലാവരും സമ്മതിച്ച് കൂട്ടമായി ആളുകൾ ദീനിലേക്ക് കടന്നു വന്നുവല്ലോ, അല്ലേ? ഇതെല്ലാം കണ്ട് വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത്. അല്ലാഹു തആല അതൊക്കെ വാഗ്ദാനങ്ങൾക്ക് നിറവേറ്റി കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. 66-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന് പങ്കുകാരാകാൻ പറ്റുന്ന ആരും ഇല്ല എന്നാണ് ഇനി പറയുന്നത്. മുശ്രിക്കീങ്ങളുടെ സ്വഭാവം അതായിരുന്നു. അള്ളാഹുവിന് കുറെ പങ്കുകാരെങ്ങനെ ഉണ്ടാക്കുക, കുറെ ദൈവങ്ങളെ. ഒരു വിഷയത്തിനും അള്ളാഹുവിന് ഒരു തരത്തിലുള്ള പങ്കുകാരം ഉണ്ടാവാൻ നിർവാഹമില്ല. കാരണം എന്താ? ആകാശഭൂമികളിലുള്ളതെല്ലാം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അള്ളാഹു പടച്ചതാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ കഴിയുന്നവരാണ്. എന്നിരിക്കെ അവരിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ അധികാര അവകാശങ്ങളിലോ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളിലോ എങ്ങനെയാണ് പങ്കാളികളാവുക? എല്ലാം അള്ളാഹിൻ്റെ പടപ്പാണ്, എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്, എല്ലാം അള്ളാഹുവിൻ്റെ അധീനതയിലുള്ളതാണ്. എന്നിരിക്കെ അതിൽ ചിലത് മാത്രം അള്ളാഹുവിൻ്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക? അള്ളാഹ് പഠിച്ച സാധനങ്ങളല്ലേ, എങ്ങനെ അള്ളാഹിൻ്റെ പങ്കുകാരാണെന്ന് പറയാം? ബുദ്ധിയുള്ള ജീവികളുടെ കാര്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ ബുദ്ധിയോ ജീവനോ ഇല്ലാത്ത നിർജീവ വസ്തുക്കളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള സർവവും അള്ളാഹു പടച്ചതാണ്, എല്ലാ ബുദ്ധിയുള്ള ജീവജാലങ്ങളും. അത് അള്ളാഹു പടച്ചനെ അള്ളാഹു നിയന്ത്രിക്കുന്നതാണ്. അതൊരിക്കലും അള്ളാഹുവിന് പങ്കുകാരാക്കാൻ പറ്റില്ല. ജീവനുള്ള വസ്തുക്കളുടെ അവസ്ഥ തന്നെ ഇതാണ്. അങ്ങനെയെങ്കിൽ ജീവനില്ലാത്ത കല്ല്, മണ്ണ്, മുള്ള്, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇതിനൊക്കെ നിങ്ങൾ ബിംബങ്ങളായി ആരാധിക്കുകയും അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനമുള്ളത്? അപ്പൊ പിന്നെ ഈ മുശ്രിക്കീങ്ങളായ ആളുകൾ ചില സൃഷ്ടികളെ, അള്ളാഹു സൃഷ്ടിച്ച ചിലതിനെ അള്ളാഹുവിന്റെ പങ്കാളികളായി സങ്കല്പിച്ച് ആരാധിച്ചു വരുന്നതോ അതൊന്നും അള്ളാഹുവിന് പങ്കാളികളെ അല്ല. പിന്നെയോ ഒരു തെളിവോ രേഖയോ ഒന്നുമില്ലാതെ വെറും ചില ഊഹങ്ങൾ അടിസ്ഥാനമാക്കി അള്ളാഹുവിന്റെ പങ്കുകാരാണ് എന്ന് ഇവർ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ലവലേശം സത്യമോ ന്യായമോ ആ വിഷയത്തിലില്ല. വിശ്വാസപരവും ആരാധനാപരവുമായ സത്യനിഷേധികൾ തട്ടിവിടുന്ന നുണകൾ മാത്രമാണത്. അള്ളാഹുവിന് അങ്ങനെ പങ്കുകാരൊന്നുമില്ല. അതിനെന്തിനാ തെളിവ് അവരുടെ കയ്യിലുണ്ടോ? ഒരു തെളിവുമില്ല. അവരുടെ ഇഷ്ടപ്പോലും ചില ഊഹങ്ങൾ പിൻപറ്റി അങ്ങനെ ചിലതിനെ അള്ളാഹുവിന്റെ പങ്കുകാരായി ആരാധിച്ചു വരികയാണ് ചെയ്യുന്നത്. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെ ഉണ്ട്. കല്ലും മുള്ളുമാണ് കാര്യമായിട്ടുള്ളത്, അല്ലേ? ആയത്ത് നോക്കാം. 66-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ലില്ലാഹി മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാഅ ഇൻ യത്തബിഊന ഇല്ല ളന്ന വഇൻഹും ഇല്ലാ യഖ്റുസൂൻ. അലാ, അറിയണം, നിങ്ങൾ അറിയുക, ഇന്ന ലില്ലാഹി, നിശ്ചയമായും അള്ളാഹുവിനുള്ളതാണ്, മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളത് മുഴുവൻ, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളതും. ആകാശങ്ങളിലുള്ളവരെല്ലാം, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഒക്കെ അള്ളാഹുവിന്റെ അധീനതയിലാണ്, ഒക്കെ അള്ളാഹു പടച്ചതാണ്, അള്ളാഹുവിന്റെ അടിമകൾ. വമാ യത്തബിഉല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശുറകാഅ, അവനല്ലാത്ത മറ്റു പങ്കാളികളെ ആരാധിക്കുന്നവർ എന്തിനെയാണ് പിന്തുടരുന്നത്? വമാ യത്തബിഉല്ലദീന യദ്ഊന, എന്തിനെയാണ് പിന്തുടരുന്നത്? അല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ അല്ലാതെ ശുറകാഅ, മറ്റു പങ്കാളികളെ ആരാധിക്കുന്ന ആളുകൾ എന്തിനെയാണ് പിന്തുടരുന്നത്?
എല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഭൂമിയിലും ആകാശങ്ങളിലും ഒക്കെ ഉള്ളത് സർവ്വതും, എല്ലാ ആളുകളും ജീവനുള്ളതും ജീവനില്ലാത്തതും അള്ളാഹുവിൻ്റെതാണ്. എന്നിട്ട് അള്ളാഹുവിനെ അവർ ഇങ്ങനെ പങ്കുകാരായി വെച്ച് ആരാധിച്ചു കൊണ്ട് നടക്കുകയാണോ? എന്തിനെയാണ് അള്ളാഹുവിനോട് പങ്കുകാരാക്കുന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടികളെ, അള്ളാഹുവിന്റെ അധീനതയുള്ളവയെ അള്ളാഹുവിനെ പങ്കുകാരാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? അതിന് പങ്കുകാരെന്ന് പറയോ? അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ. അപ്പൊ ഇങ്ങനെയാണ് വസ്തുത എന്നിരിക്കെ, മംഫിസമാവാത്തി മംഫിലർദി, അള്ളാഹുവിനുള്ളവരാണ് എന്നിരിക്കെ പിന്നെ എന്തിനാണ് അവർ ഇങ്ങനെ ശുറക്ക ആയിട്ട് പങ്കുകാരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? ഈയത്തബീനോ ഇല്ലല്ലന്ന, അവർ ചില ഊഹങ്ങൾ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ഈയത്തബീന, അവർ പിൻപറ്റുന്നില്ല, ഇല്ലല്ലന്ന, ഊഹത്തെ മാത്രം, അല്ലാതെ ആ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല എന്നർത്ഥം. ചില ഊഹങ്ങൾ പിൻപറ്റുക മാത്രമാണ്. വഇൻഹും ലാ യഖ്റുസൂൻ, അവർ വെറുതെ നുണ പറയുകയും അല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. യഖ്റുസൂൻ എന്ന് പറഞ്ഞാൽ നുണ പറയുക. വഇൻഹും ലാ യഖ്റുസൂൻ, അവർ നുണ പറയുകയും ചെയ്യുക മാത്രമാണ്. കല്ലും മണ്ണും ലോഹവും മറ്റും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നിർജീവ വസ്തുക്കളുടെ അല്ലെങ്കിൽ നിർജീവമായ വസ്തുക്കളെ ആരാധിക്കുന്ന ആളുകളുടെ ബുദ്ധിശൂന്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 67-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. രാപ്പകലുകളെ വിശ്രമത്തിനും അധ്വാനത്തിനും സൗകര്യപ്പെടുന്ന വിധം സംവിധാനിച്ചു തന്നത് വലിയ അനുഗ്രഹമാണ് എന്നാണ് ഇനി പറയുന്നത്. രാവും പകലും വലിയ നിഅമത്താണ് അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന അള്ളാഹുവിനോട് നിങ്ങൾ ആരെയും പങ്കു ചേർക്കരുത്. തൊട്ടു മുമ്പുള്ള ആയത്തിനോട് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ഇതിനെ പഠിക്കേണ്ടത്. രാവും പകലും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതേപോലെ ഭൂമിയിലും ആകാശങ്ങളിലുമുള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. നിങ്ങൾ വെറുതെ അള്ളാഹുവിനെ പങ്കുകാരാക്കി ഉണ്ടാക്കുകയാണ്. അത് ചെയ്യരുത് നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. ഹുവല്ലദീ, ഹുവ അല്ലാഹു തആല, അല്ലദീ ഒരുവനാണ്, ജഅല ലക്കുമുൽ ലൈല, രാത്രിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു, ലിതസ്കുനൂ ഫീഹി, നിങ്ങൾ വിശ്രമിക്കാനായി, അതിൽ നിങ്ങൾക്ക് വിശ്രമം തേടേണ്ടതിനായി. അപ്പൊ വിശ്രമിക്കുവാനായി രാത്രിയെ സംവിധാനിച്ചു തന്നത് അവനാണ്. വന്നഹാറ, പകലിനെ സംവിധാനിച്ചു തന്നു, മുബ്സിറൻ, വെളിച്ചമുള്ളതായി. എന്തിന്? പലതരം ജോലികൾ ചെയ്യേണ്ടതിന് വെളിച്ചം നൽകുന്നതായി പകലിനെ സംവിധാനിച്ചതും നിങ്ങൾക്ക് വിശ്രമം ചെയ്യുന്നതിന് വേണ്ടി, വിശ്രമിക്കുന്നതിനു വേണ്ടി രാത്രിയെ സംവിധാനിച്ചതും അള്ളാഹുവാണ്. ഇതൊക്കെ ചെയ്തത് അള്ളാഹുവിനെയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത, ഒരു ന്യായവുമില്ലാത്ത, ഒരു തെളിവിന്റെയും അടിസ്ഥാനമില്ലാത്ത ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണോ? അതൊക്കെ അള്ളാഹുവിന് പങ്കുകാരാണെന്ന് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും ഇതിലൊക്കെയുണ്ട്, ഇത്തരം കാര്യങ്ങളിലൊക്കെയുണ്ട്, ലആയാതിൻ, തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിഖൗമിൻ യസ്മഊൻ, ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക്. അല്ലാത്തവർക്കെന്ത്? രാപ്പകലുകൾ മാറി വരുന്നതിലെ യാഥാർത്ഥ്യങ്ങൾ, രാപ്പകലുകളുടെ ക്രമീകരണങ്ങൾക്ക് പിന്നിലുള്ള യുക്തികളും രഹസ്യങ്ങളും, ഇതിനെക്കുറിച്ചൊക്കെ ശരിയായി ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടാവുക എന്നത് സാധ്യമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതൊക്കെ അള്ളാഹു തആല സ്വന്തം ചെയ്യുന്ന, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ആ സംവിധാനങ്ങൾക്കനുസരിച്ച് നടന്നു പോകുന്ന വിഷയങ്ങളാണ്. കൃത്യമായി ഉറങ്ങാനും വിശ്രമിക്കാനും പറ്റിയ രൂപത്തിലാണ് രാവിനെ പടച്ചത് അല്ലേ? പകല് അധ്വാനിച്ച് വരുമ്പോൾ ആ ക്ഷീണം തീർക്കാനുള്ള ഒരു സംവിധാനം. ഇരുള് ആകുമ്പോഴാണ് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണുകൾ മനുഷ്യന്റെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് മനുഷ്യന് നന്നായി ഉറങ്ങാൻ കഴിയുന്നത്. അങ്ങനെ നന്നായി ഉറങ്ങിയാലേ പിറ്റേന്ന് പകലിൽ ഉന്മേഷത്തോടു കൂടി ജോലി ചെയ്യാനും അധ്വാനിക്കാനും മഈശത്തിനും വേണ്ടി അധ്വാനിക്കാനൊക്കെ കഴിയുള്ളൂ അല്ലേ? അല്ലാതിരുന്നാൽ ഉള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ ഉറക്കമൊഴിച്ചാൽ നമുക്കുണ്ടാകുന്ന ക്ഷീണം എല്ലാവർക്കും അറിയാം. അതാണ് അല്ലാഹു തആല കൃത്യമായി പറഞ്ഞത്, ലിതസ്കുനൂ ഫീഹി, നിങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി. പിന്നെ വന്നഹാറ മുബ്സിറാ, പകൽ വെളിച്ചമുള്ളതാക്കുകയും ചെയ്തു. എന്തിനാണ് മുബ്സിറാക്കിയത്? നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഫضل തേടി ഭൂമിയിൽ അധ്വാനിക്കാൻ വേണ്ടി, ഉപജീവന മാർഗങ്ങൾ തേടാൻ വേണ്ടി. അതിനാണ് പകലിനെ വെളിച്ചമുള്ളതാക്കിയത്. ഇത് രണ്ടും മാറി വരാതെ, രാവും പകലും മാറി മാറി വരാതെ വെറും രാവോ അല്ലെങ്കിൽ വെറും പകലോ ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചു അല്ലേ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ ആ വിഷയം ചോദിച്ചിട്ടുണ്ട്. 73 മുതൽ
71 മുതൽ 73 വരെയുള്ള ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതികും ബിളിയാഇൻ അഫലാ തസ്മഊൻ. നിങ്ങളൊന്ന് പറഞ്ഞു തരീൻ, അല്ലാഹു തആല നിങ്ങൾക്ക് വെറും രാത്രി ഖിയാമത്ത് നാൾ വരെ രാത്രി തന്നെ ആക്കി നോക്കുക. ആരാ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരിക, പകൽ കൊണ്ടുവരിക? അടുത്ത ആയത്തിൽ ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ പകൽ മാത്രം നിങ്ങൾക്ക് തന്നാലോ, പിന്നെ ആരാ നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരിക? നിങ്ങൾക്ക് വിശ്രമിക്കാനും ഉറങ്ങാനും ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അല്ലാഹു തആല ചെയ്തു തരുന്ന വലിയ നിഅമത്തുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 68-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് പല കള്ളങ്ങളും പറയാറുണ്ട്. അതിലേറ്റവും ഗൗരവമേറിയ വിഷയമാണ് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന കാര്യം. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് അല്ലേ? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പല ആളുകളും പറഞ്ഞിരുന്നു. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നാണ് ആര് പറഞ്ഞിരുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. ഉസൈർ എന്ന മഹാനായ മനുഷ്യൻ അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാണ് ചില യഹൂദികൾ പറഞ്ഞിരുന്നത്. ഈസാ നബി അലൈഹി സ്വലാം യേശു അള്ളാഹുവിന്റെ പുത്രനാണെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. ഉസൈർ മഹാനായ മനുഷ്യനായിരുന്നു, എസ്ര എന്ന് പറയും. ഇപ്പൊ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് വലിയ കള്ളമാണ്. ഈ കള്ളവാദങ്ങളുടെ മുനയൊടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയാണ് ഇനി അല്ലാഹു തആല. അങ്ങനെ വാദിക്കുന്ന ആളുകളെ ശക്തമായി താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു വാദം മഹാ അസംബന്ധമാണ്. അല്ലാഹു തആല അതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാണ്. അള്ളാഹുവിന് മക്കളുടെ ആവശ്യമെന്ത്? ആരുടെയും ആശ്രയമില്ലാത്ത സ്വയം പര്യാപ്തനായവനാണ് അള്ളാഹു. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അധീനതയിലുള്ളവനാണവൻ. എല്ലാ വസ്തുക്കളും ഉടമയാണവൻ. അങ്ങനെയുള്ള അള്ളാഹുവിന് എന്തിനാ സഹധർമ്മിണിമാർ? അങ്ങനെയുള്ള അള്ളാഹുവിന് എന്തിനാ മക്കൾ? ഉണ്ടാവുമോ? ഇല്ലല്ലോ. എല്ലാവരും അവന്റെ ഉടമസ്ഥതയിലല്ലേ. ഈ ഉടമസ്ഥതയിലുള്ളത് എങ്ങനെ നിങ്ങൾ മക്കളാന്ന് പറയാം? അപ്പൊ അവർ വാദിക്കുന്ന വാദങ്ങൾക്ക് യാതൊരു തെളിവും അവരുടെ പക്കലില്ല. കേവലം അടിസ്ഥാനരഹിതമായ കള്ളങ്ങൾ പടച്ചുവിടുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇത്തരം മൂഢവാദങ്ങൾക്ക് കഠിനമായ ശിക്ഷ അവർക്ക് ലഭിക്കും എന്നും അല്ലാഹു തആല താക്കീത് ചെയ്യുന്നുണ്ട്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലു ഇത്തഖദല്ലാഹു വലദൻ സുബ്ഹാനഹു ഹുവൽ ഗനിയ്യു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. ഖാലു അവർ ജൽപ്പിക്കുന്നു, അവർ തട്ടിവിടുന്നു. എന്ത്? ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു സന്താനം സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അള്ളാഹുവിന് മക്കളുണ്ട് എന്നവർ തട്ടിവിടുന്നു. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്! ഇത്തരം വാദഗതികളിൽ നിന്നെല്ലാം അവൻ എത്രമാത്രം പരിശുദ്ധനാണ്. ഹുവൽ ഗനിയ്യു, അല്ലാഹു തആല നിരാശ്രയനാണ്. ഹുവ, അവൻ, അൽ ഗനിയ്യു, നിരാശ്രയനാണ്. ആരെയും ആശ്രയിക്കേണ്ട അവസ്ഥയില്ലാത്ത ആളാണവൻ. ലഹു, അള്ളാഹുവിനുള്ളതാണ്, മാഫിസ് സമാവാത്തി, ആകാശങ്ങളിലുള്ളതും, മാഫിൽ അർളി, ഭൂമിയിലുള്ളതും, എന്നാണ് സർവ്വ പ്രപഞ്ചങ്ങളിലുമുള്ളതും അവനുള്ളതാണ്. എല്ലാം അവന്റെ ഉടമസ്ഥതയിലാണ്. എല്ലാ കാര്യങ്ങളും നിരാശ്രയനാണ് അവൻ. ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് അവന് മക്കളുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ, ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ, ഈ ജൽപ്പനത്തിന് നിങ്ങളുടെ പക്കൽ ഒരു തെളിവുമില്ല തന്നെ. ഇൻ ഇൻദകും, നിങ്ങളുടെ അടുക്കൽ ഇല്ല. മിൻ സുൽത്താൻ, ഒരു പ്രമാണവുമില്ല. ബിഹാദ, ഈ പറയുന്ന വാദഗതിക്ക്. അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അതഖൂലൂന, നിങ്ങൾ വെറുതെ ജൽപ്പിക്കുകയാണോ, പറയുകയാണോ, അലല്ലാഹി, അല്ലാഹുവിന്മേൽ, അല്ലാഹുവിനെതിരിൽ, മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തത്. അപ്പൊ വിവരമില്ലാത്ത നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പറയുകയാണോ എന്ന് അല്ലാഹു തആല മുശ്രിക്കുകൾ ചോദിക്കുകയാണ്. വളരെ അപലപനീയമായ ഈ വാദം ചൂണ്ടിക്കാട്ടിയിട്ട് അല്ലാഹു തആല ആദ്യം പറഞ്ഞത് സുബ്ഹാന എന്നാണ്. സുബ്ഹാന, അല്ലാഹു തആല മഹാപരിശുദ്ധൻ. അള്ളാഹുവിന് ഉന്നതമായ സ്ഥാനത്തിനും മഹത്വത്തിനും ഉത്കൃഷ്ടമായ ഗുണവിശേഷണങ്ങൾക്കും ഒന്നും തീരെ യോജിക്കാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഇടിച്ചു താഴ്ത്തി അവന് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്ന ഒരു വാദമാണിത്, അല്ലെ? സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സൃഷ്ടികൾക്കാണ് മക്കളും ഭാര്യമാരൊക്കെ ഉണ്ടാവുക.
അത് അള്ളാഹുവിനുണ്ട് എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. നഅൂദുബില്ല. സുബ്ഹാന, അള്ളാഹു അതിൽ നോക്കി എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനയുടെ പ്രയോഗം സൂചിപ്പിക്കുന്നത് അതാണ്. അള്ളാഹു വലിയ സ്ഥാനമുള്ളവൻ, ഔന്നത്യമുള്ളവനാണ് എന്നർത്ഥം. ഈ വിഷയം പറയുന്ന പല സ്ഥലത്തും അള്ളാഹു തആല സുബ്ഹാനഹു എന്ന് പറഞ്ഞ് അവരെ ഗണ്ണിച്ചത് കാണാം. നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു തആല വളരെ ഉന്നതമായ സ്ഥാനത്താണ്. സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്നും അതേപോലെയുള്ള പങ്കാളികൾ ഉണ്ടായിരിക്കുക എന്നതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാണെന്ന് പറഞ്ഞ ശേഷം ആ പരിശുദ്ധിയുടെ പശ്ചാത്തലം അള്ളാഹു തആല ചൂണ്ടിക്കാട്ടുകയാണ്. ഹുവൽ ഗനിയ്യു, അവൻ ധന്യനാണ്, നിരാശ്രയനാണ് എന്നർത്ഥം. ആരുടെയും ആശ്രയം അള്ളാഹുവിന് വേണ്ട. ഇണയോ ആവശ്യമില്ല, തുണയോ ആവശ്യമില്ല, മക്കളോ കുടുംബമോ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യത്തിലും ആരുടെയും സഹായമോ സഹകരണമോ കൂട്ടോ പങ്കാളിത്തമോ ഒന്നും അള്ളാഹുവിന് വേണ്ട. ഹുവൽ ഗനിയ്യു. പിന്നെ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നിങ്ങൾ സന്താനങ്ങളുണ്ട് എന്ന് പറയുന്നു അള്ളാഹുവിനല്ലേ. ആ നിങ്ങൾ പറയുന്ന സന്താനങ്ങളടക്കം ഈസാ അലൈഹി സ്വലാം ആവട്ടെ, ഉസൈർ എന്നവരാവട്ടെ, മലായിക്കത്തുകളാവട്ടെ, ഇവരടക്കം ആകാശഭൂമികളിലുള്ള പ്രപഞ്ചങ്ങളിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിൻ്റെതാണ്. അവൻ്റെ സൃഷ്ടികളാണ്, അവൻ ഉടമയാണ്, എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. എന്നിരിക്കെ അതിലെ ചിലർ മാത്രം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മക്കളാവുക? നേരത്തെ നിങ്ങൾ ചിലരെ മാത്രം അള്ളാഹുവിനെ പങ്കാളികളാക്കി എന്നതുപോലെ ഇവിടെ ചിലർ മാത്രം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മക്കളാവുക? ഇൻ ഇൻദകും മിൻ സുൽത്താനും ബിഹാദാ. ശരി, എന്നാ പിന്നെ ഈ വാദത്തിന് നിങ്ങളടുത്ത് വല്ല രേഖ ഉണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പ്രമാണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു വേദഗ്രന്ഥത്തിന് തെളിവില്ല, ബുദ്ധിപരമായ തെളിവോ അതുമില്ല, ഒന്നുമില്ല, ഒരറിവും ഒന്നുമില്ല. അപ്പൊ പിന്നെ അതഖൂലൂന അല്ലാഹി മാ ലാ തഅലമൂൻ. അപ്പോൾ സ്വീകാര്യമായ തെളിവോ പ്രമാണങ്ങളോ രേഖയോ ഒന്നുമില്ലാത്ത, അറിവോ ഒന്നുമില്ലാത്തൊരു സംഗതി അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ മക്കൾ വാദം വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആ ഗൗരവം പല സൂറത്തിലും അള്ളാഹു തആല കൃത്യമായി വരച്ചു കാണിച്ചിട്ടുമുണ്ട്. സൂറത്ത് മറിയമിലെ ഈ ഭാഗം പരാമർശിക്കുന്ന ആയത്തുകൾ അതിന് തെളിവാണ്. അവരോട് പറയുന്നുണ്ട് അള്ളാഹു തആല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ വാദം കാരണം, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ വാദം കാരണം ആകാശങ്ങൾ പൊട്ടിപ്പിളരാനും ഭൂമി വിണ്ടുകീറാനും മലകൾ തകർന്നു വീഴാനും ആയിട്ടുണ്ട്. അത്രയും ഗൗരവമുള്ള വാദമാണ് നിങ്ങൾ പറഞ്ഞത്. റഹ്മാനി വലദാ വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതി റഹ്മാനി അബ്ദാ. സൂറത്ത് മറിയമിൽ 88 മുതൽ 93 വരെയുള്ള ആയത്തുകൾ. അള്ളാഹുവിന് പരമകാരുണികനായ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് നിങ്ങൾ വാദിച്ചത് കാരണം ഭൂമിയും ആകാശവും പർവ്വതങ്ങളും തരിപ്പണമാവാനായിട്ടുണ്ട്. നിങ്ങളാ പറഞ്ഞത് അള്ളാഹുവിന് തീരെ യോജിക്കുന്ന സംഗതികളല്ല. ആകാശഭൂമികളുള്ളവരെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ അടിമയായി വരുന്നവരാണ്. അള്ളാഹുവിന് മക്കൾ ആവശ്യമില്ല, മറ്റാരെയും ആവശ്യമില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് അത്തരം വാദങ്ങൾ പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്കതിന് കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. 69 70 ആയത്തുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം തട്ടിവിടുന്ന ആളുകൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. തൽക്കാലം ഈ ലോകത്ത് കുറഞ്ഞ സമയം സുഖമായി ജീവിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അധികം താമസിയാതെ അവരെല്ലാവരും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരാതിരിക്കില്ല. അപ്പോഴറിയാം അവർ കാണിക്കുന്ന ഈ ധിക്കാരത്തിൻ്റെയും സത്യനിഷേധത്തിൻ്റെയും ഒക്കെ തിക്തഫലം എന്ന് അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ മതാഉൻ ഫിദ്ദുനിയാ സുമ്മ ഇലൈനാ മർജിഉഹും സുമ്മ നുദീഖുഹുമുൽ അദാബശ്ശദീദ ബിമാ കാനൂ യക്ഫുറൂൻ. ഖുൽ, നബി അങ്ങ് പറഞ്ഞേക്കൂ, ഇന്നല്ലദീന, നിശ്ചയമായും ഒരു വിഭാഗം ആളുകൾ, യഫ്തറൂന അലല്ലാഹിൽ കദിബ്, അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കെട്ടിച്ചമക്കുന്ന ആളുകൾ, ലാ യുഫ്ലിഹൂൻ, അവർ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. മതാഉൻ ഫിദ്ദുനിയ, ഇഹലോകത്ത് അല്പകാല സുഖാനുഭവം അവർക്കുണ്ട്. മതാഉൻ, സുഖമനുഭവം. ഫിദ്ദുനിയ, ദുന്യാവിൽ കുറഞ്ഞ കാലത്ത് സുഖം അവർക്ക് അനുഭവിക്കാം. പിന്നീട് ഇലൈന, നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് മർജിഉഹും, അവരുടെ മടക്കം.
അപ്പം അങ്ങനെ മടങ്ങി വന്നാലോ പിന്നീട് നുദീഖുഹും നമ്മൾ അവരെ ആസ്വദിപ്പിക്കും അൽ അദാബ് ശദീദ് ശക്തമായ ശിക്ഷ ബിമാ കാനൂ യക്ഫുറൂൻ അവർ സത്യനിഷേധം കൊണ്ടു നടന്നു എന്നത് കാരണം. അവരുടെ നിഷേധം കാരണം അവർക്ക് കഠിനമായ ശിക്ഷ നമ്മൾ ആസ്വദിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അവരിങ്ങനെ ദുനിയാവിൽ സുഖമായി ജീവിക്കുന്നത് കൊണ്ട് സത്യവിശ്വാസികളായ ആളുകൾ വഞ്ചിതരാവേണ്ട. അത് അല്പകാലത്തെ ഒരു സുഖം മാത്രമാണ്, ഒരു ജീവിതം മാത്രമാണ്. പിന്നീട് അവർ അള്ളാഹുവിന് മുമ്പിലേക്ക് തന്നെയാണ് മടങ്ങിച്ചെല്ലുക. അവിടെ അവർ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാകുക തന്നെ ചെയ്യും. ശരിക്ക് ആലോചിച്ചാൽ ഈ പരലോകം എന്നത് പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാതൽ. അദൃശ്യമായത് ഉണ്ടാവാലോ, മുൻപരിചയമില്ലാത്ത സംഗതികളും ഉണ്ടാവാം. ഈ പരലോകം എന്ന് പറയുമ്പോൾ അത് അദൃശ്യമാണ്, മുൻപരിചയമില്ലാത്ത വിഷയങ്ങളാണ്. പക്ഷേ അത് ഉണ്ട് എന്ന് അള്ളാഹു തആല വഹയി നൽകി പ്രവാചകന്മാരെ ദൂതന്മാരായി അയച്ച് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന വിഷയമാണ്. ആ പ്രവാചകന്മാർ അത് ശരിക്കും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യസന്ധന്മാരായ പ്രവാചകന്മാർ പറയുന്നത് സ്വന്തം അറിവിനും അനുഭവത്തിനും അപ്പുറമായിരിക്കും, അതെല്ലാം ശരിയായിരിക്കും, ഉറപ്പായിരിക്കും, സംഭവിക്കും എന്നൊക്കെ കരുതി മനസ്സിലാക്കിയത് അംഗീകരിക്കുകയാണ് മനുഷ്യന്മാർ ചെയ്യേണ്ടത്. അല്ലാതെ കാണാത്ത കാര്യമാണ് പരലോകം എന്നുകൊണ്ട് നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെ കുറെ സംഗതികൾ ഉണ്ടാവില്ല, കാണാത്ത ഉണ്ടാവും, പരിചയമില്ലാത്ത ഉണ്ടാവും. അത് ഉണ്ട് എന്ന് ഇത്തരം ആളുകൾ വന്ന് പറഞ്ഞു തരുമ്പോൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിനവർ തയ്യാറില്ല. പരലോകം എന്ന വിഷയം ഉൾക്കൊള്ളാത്തതാണ് എല്ലാ പ്രശ്നങ്ങളും അടിസ്ഥാനമായ വിഷയം. അതുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തും, ജീവിതം നന്നാവും, മുത്തഖയായി ജീവിക്കാൻ മനുഷ്യന്മാരെ പ്രേരിപ്പിക്കും. അപ്പൊ ഇത്തരം ആളുകൾ, ഇത്തരം സത്യനിഷേധികളായ ആളുകൾ അത് അംഗീകരിക്കുന്നില്ല, പരലോകമുണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രവാചകന്മാരെ തന്നെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. നിഷേധികൾ എക്കാലവും അങ്ങനെ തന്നെ ചെയ്തത്. അത്തരക്കാരായ ആളുകൾ എന്ത് പറയാണ്? അവർ ആ നിഷേധവും കൊണ്ടു നടന്ന് പരലോകത്ത് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ദൗർഭാഗ്യവാന്മാരായി മാറും എന്നത് തീർച്ചയാണ്. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ ഹിദായത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. എൻ്റെ പരിശുദ്ധ ഖുർആനിന്, ഇൽമിന് മുഖ്ലിസീങ്ങളായി ഖിദ്മത്തുകൾ അവസരം നൽകണം തമ്പുരാനെ. ആഖിറത്തിലേക്ക് വരവ് വെക്കുന്ന ഉപകാരപ്പെടുന്ന വലിയ അമലുകളായി ഇത്തരം ക്ലാസ്സുകൾ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. നിങ്ങളെല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി സലാമത്ത് നൽകണം അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. മാരകമായ അസുഖങ്ങൾ എല്ലാവരും കാത്തുരക്ഷിക്കണം അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണം തമ്പുരാനെ. നിങ്ങളെല്ലാവരും ആഖിറത്ത് നന്നാക്കണം അല്ലാഹ്. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം തമ്പുരാൻ. ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.